നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. SSLC റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഏറ്റവും കൂടുതൽ വീട്ടുകാർ, നാട്ടുകാർ, അധ്യാപകർ എല്ലാവരും ടെൻഷൻ, കുട്ടികളെക്കാട്ടിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഏക ലോകത്തിലെ തന്നെ പരീക്ഷ കേരളത്തിലെ SSLC. സംശയം വേണ്ട. പ്ലസ് ടു ഒക്കെ അതിൻ്റെ 100 ഇരട്ടി പഠിക്കാനുണ്ടെങ്കിൽ പോലും അത്രയും നാട്ടുകാരൊന്നും ചൊറിയുന്നില്ല. പക്ഷേ ഇതെല്ലാവരും കാത്തിരിക്കുകയാണ് SSLCയുടെ റിസൾട്ട്. എത്ര A+ ഉണ്ട്, ഫുൾ A+ ഉണ്ടോ? കുട്ടികളെ ഇവിടെ ടെൻഷൻ അടിപ്പിക്കും. എന്തായാലും ഈ ഇവിടുത്തെ SSLCയുടെ മെയ് 5 എന്ന് പറഞ്ഞേക്കുന്നത് ആയിരുന്നു ഡേറ്റ്. നേരത്തെ ഏകദേശം ഒന്ന് പറഞ്ഞിരുന്നത് മെയ് 5 റിസൾട്ട് വരുമെന്നായിരുന്നു. പക്ഷേ അതിന് മുമ്പേ വന്നേക്കും. എന്ന് പറഞ്ഞാൽ മെയ് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ 1 or 2 ഒക്കെ ചിലപ്പോൾ റിസൾട്ട് വരാൻ വളരെയധികം സാധ്യതയാണ്. 5-ാം തീയതിയിലോട്ട് പോകത്തില്ല എന്ന് തന്നെ അർത്ഥം. അന്നേരം പ്ലസ് ടുക്കാരും പേടിക്കേണ്ട. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് കൺഫേം ആക്കാം ഏത് ദിവസം നിങ്ങളുടെ റിസൾട്ട് വരും എന്നുള്ളത്. എന്തായാലും 10ാം ക്ലാസ് വരെ കൺഫേം ആക്കിക്കൊള്ളുക. മെയ് ആദ്യ ദിവസം 1, 2, 3-ാം തീയതി വരെ പോകാൻ ചാൻസുകൾ കുറവായിരിക്കും. റിസൾട്ട് നിങ്ങളുടെ എത്തിയിരിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടെൻഷനൊന്നും വേണ്ട, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. ഫുൾ A+ ഒക്കെ കിട്ടി. ഫുൾ A+ കിട്ടിയില്ലെങ്കിലും നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടട്ടെ. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.